10-ാം വയസ്സിൽ സ്വന്തം വീട്ടിലെ പൂച്ചയെ കൊല്ലുന്നു. പിന്നീട് സ്വന്തം മുത്തശ്ശിയെയും മുത്തശ്ശനെയും അവസാന തന്റെ അമ്മയിൽ വരെ എത്തി നിൽക്കുന്ന കൊലപാതകങ്ങൾ. കോഡ് കില്ലർ, കോഡ് ബുച്ചർ, ബിഗാഡ് എന്നുമൊക്കെയുള്ള വിളിപ്പേരുകളിൽ 1960-70കളുടെ കാലഘട്ടത്തിൽ അമേരിക്കയും പിന്നീട് ലോകത്തെ തന്നെ ഞെട്ടിച്ച എഡ്മണ്ട് എമിൽ കെമ്പർ മൂന്നാമൻ എന്ന സീരിയൽ കില്ലർ. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ളതും ഇന്ന് സുവർണ സംസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നതുമായ കാലിഫോർണിയ സംസ്ഥാനം. പക്ഷേ 1948 അവസാനം അവിടമാകെ നാശം വിതച്ച ഒരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിൽ പകച്ചു നിന്ന ലോകം മാധ്യമങ്ങളുടെ തലസ്ഥാനം എന്ന് ഇന്ന് വിളിപ്പേരുള്ള കാലിഫോർണിയയിലെ ബർബാങ്ക് നഗരം. 1948 ഡിസംബർ മാസത്തിലെ ശൈത്യകാലം. ഭൂകമ്പത്തിന്റെ ഓർമ്മകളെ മറക്കുവാനായി ഡിസംബർ 18 ക്ലാർനാൽ എലിസബത്തിനും എഡ്മണ്ട് എമിൽ കെമ്പർ ജൂനിയറിനും മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു. അവർക്ക് ജനിച്ച ഏക ആൺതരിയായിരുന്നു അത്. അവർ അവനെ എഡ്മണ്ട് എമിൽ കെമ്പർ മൂന്നാമൻ എന്ന് പേരിട്ടു. മൂന്നാമൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ 5 കിലോയോളം ഭാരമുണ്ടായിരുന്നു. മാത്രമല്ല 4-ാം വയസ്സിൽ അവൻ സമപ്രായക്കാരെക്കാൾ ഉയരം കൂടുതലുമായിരുന്നു. കുട്ടിക്കാലം മുതലേ കെമ്പറിന് കുസൃതി കൂടുതലായിരുന്നു. അവന്റെ കളികളെല്ലാം മറ്റുള്ള കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തവുമായിരുന്നു. കെമ്പർ തന്റെ ഇളയ സഹോദരിയുടെ പാവകൾ ഉപയോഗിച്ചായിരുന്നു കളിച്ചിരുന്നത്. ആ പാവകളുടെ കൈയും തലയും അറുത്തു മാറ്റിയിട്ടായിരുന്നു അവൻ കളിച്ചിരുന്നത്. ഒരിക്കൽ കെമ്പറിനോട് മൂത്ത സഹോദരി സൂസൻ ഹ്യൂഗി അവന്റെ അധ്യാപികയെ ചുംബിക്കുവാൻ പറഞ്ഞു. ഞാൻ അവളെ ചുംബിക്കണമെങ്കിൽ ഞാൻ ആദ്യം അവളെ കൊല്ലേണ്ടി വരുമെന്നായിരുന്നു അതിനുള്ള അവന്റെ മറുപടി. തന്റെ 2-ാം ക്ലാസ്സിലെ അധ്യാപികയെ കാണുവാൻ രാത്രിയിൽ വീട്ടിൽ നിന്ന് അവൻ പോയിരുന്നു. കൂട്ടത്തിൽ അവൻ അച്ഛന്റെ തോക്കും വീട്ടിൽ നിന്ന് കരുതിയിരുന്നു. കെമ്പറിന്റെ ഇഷ്ടവിനോദങ്ങളായിരുന്നു ഗ്യാസ് ചാമ്പറും ഇലക്ട്രിക്കൽ ചെയറും. കെമ്പർ തന്റെ സഹോദരിയോട് തന്നെ കെട്ടിയിടാൻ പറയും. എന്നിട്ട് സാങ്കല്പികമായി സ്വിച്ച് ഓണാക്കുവാനും പറയും. വൈദ്യാഘാതം മൂലം മരിക്കുകയാണെന്ന് നടിച്ച് നിലത്ത് കിടന്നുറങ്ങും. കെമ്പറിന് അവന്റെ പിതാവിന് വലിയ കാര്യമായിരുന്നു. അവന്റെ അച്ഛൻ 2-ാം ലോക മഹായുദ്ധത്തിലെ ഒരു സൈനികനുമായിരുന്നു. യുദ്ധാനന്തരം കാലിഫോർണിയയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പസഫിക് പോവിംഗ് ഗ്രൗണ്ടിൽ ആണവായുധങ്ങൾ പരീക്ഷിച്ച് അവിടെ അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു. ഭർത്താവിന്റെ ദുഷ്കരമായ ജോലി കാരണം കെമ്പറിന്റെ അമ്മയും അച്ഛനും വിവാഹമോചിതരായി. മാതാപിതാക്കളുടെ വേർപിരിയൽ വല്ലാതെ അവനെ തളർത്തിക്കളഞ്ഞു. അവൻ അമ്മയോടൊപ്പമാണ് പിന്നീട് താമസിച്ചത്. മാതാവിന്റെ അമിതമായ മദ്യപാനം അവനെ അമ്മയിൽ നിന്നകറ്റി. മാത്രമല്ല അമ്മ കെമ്പറിനെ പലപ്പോഴും മറ്റുള്ളവരുടെ ഇടയിൽ താഴ്ത്തിക്കെട്ടുകയും അപമാനിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ഉണ്ടായിരുന്നു. അമ്മയോടുള്ള ദേഷ്യമെല്ലാം അദ്ദേഹം മൃഗങ്ങളോടാണ് കാണിച്ചിരുന്നത്. 10 വയസ്സുള്ളപ്പോൾ വീട്ടിലെ പൂച്ചയെ അവൻ കുഴിച്ചിട്ടു. പിന്നീട് അതിന്റെ ശരീരം കുഴിച്ചെടുത്ത് തലയെറുത്ത് ഒരു മുള്ളിൽ കയറ്റി വെച്ചു. അവിടെ നിന്നായിരുന്നു കോഡ് കില്ലർ എന്ന എഡ്മണ്ട് എമിൽ കെമ്പർ മൂന്നാമൻ എന്ന സീരിയൽ കില്ലറുടെ തുടക്കം. പൂച്ചയെ കൊന്നത് താനല്ലെന്ന് കള്ളം പറഞ്ഞ് അയാൾ വിജയിച്ചു. പിന്നീട് വീണ്ടും ഇത് ആവർത്തിക്കുവാൻ കെമ്പറിന് ആവേശമായി. തന്റെ ഇളയ സഹോദരിക്ക് ഇഷ്ടപ്പെട്ട പൂച്ചയെ കൊന്ന് അതിന്റെ ശരീരഭാഗങ്ങൾ ക്ലോസറ്റ് സൂക്ഷിച്ചു. സഹോദരിമാരെ ഉപദ്രവിക്കുന്നത് കാരണം പലപ്പോഴും കെമ്പറിന്റെ അമ്മ നിലവറയിൽ പൂട്ടിയിട്ടിരുന്നു. ചെറിയ കുസൃതികൾക്ക് പോലും അമ്മ അയാളെ ഒരുപാട് തല്ലിയിരുന്നു. അങ്ങനെ ഒരിക്കൽ കെമ്പറിന് 14 വയസ്സുള്ളപ്പോൾ ലോസ് ഏഞ്ചൽസിലെ അവന്റെ പിതാവിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. പക്ഷെ അവിടെ വെച്ച് ആ കൗമാരക്കാരൻ കാണുന്നത് പിതാവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതാണ്. പിന്നീട് അമ്മ അവനെ സിയറ നൊവാഡയുടെ താഴ്വരയിൽ താമസിച്ചിരുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് അയച്ചു. പക്ഷേ അവിടെയും കെമ്പറിന്റെ ദുഃഖം മാത്രമായിരുന്നു. മുത്തശ്ശിയും അമ്മയെ പോലെ തന്നെ തടങ്കിലിട്ടാണ് വളർത്തിയത്. അങ്ങനെ ഒരു ദിവസം അവൻ മുത്തശ്ശിയുമായി വഴക്കിടാനിടയായി. തന്റെ കയ്യിലിരുന്ന റൈഫിൾ ഉപയോഗിച്ച് അവൻ മുത്തശ്ശിയുടെ തലയിൽ വെടിവെച്ചു, കൊലപ്പെടുത്തി. തന്റെ ദേഷ്യം തീരാതെ അവൻ പേനക്കത്തി ഉപയോഗിച്ച് നിരവധി തവണ കുത്തുകയും ചെയ്തു. വീട്ടിലില്ലാത്ത മുത്തശ്ശൻ വരുന്ന കാത്ത് അവൻ വീടിനുള്ളിൽ ഒളിച്ചിരുന്നു. മുത്തശ്ശൻ വീട്ടിലെത്തിയ പാടെ മുത്തശ്ശനെയും അവൻ വെടിവെച്ച് വീഴ്ത്തി. ഈ വിവരം അമ്മയെ വിളിച്ചു പറഞ്ഞ് അമ്മ അവനോട് പോലീസിനെ അറിയിക്കുവാൻ പറഞ്ഞു. അവൻ അമ്മ പറഞ്ഞ് അതേപടി അനുസരിക്കുകയും പോലീസിനെ അറിയിച്ച് പോലീസ് വരുന്നു നോക്കിയിരുന്നു. 15-ാം വയസ്സിൽ കെമ്പറിന്റെ ആദ്യ അറസ്റ്റ്. കെമ്പർ ചെയ്ത കുറ്റകൃത്യം 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിയാത്തതായി കോടതി കണക്കാക്കപ്പെട്ടു. കെമ്പറിന് കോടതി മാനസികമായ പ്രശ്നമുണ്ടെന്നും പാരാനോയിഡ് സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗമുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് കെമ്പറിന്റെ മാനസിക രോഗിയായ കുറ്റവാളികൾ പാർപ്പിച്ചിരുന്ന ആശുപത്രിയിലേക്ക് കോടതി അയച്ചു. പ്രാരംഭഘട്ടത്തിൽ കെമ്പറുടെ IQ ലെവൽ പരിശോധിച്ചപ്പോൾ അത് 136 ആയിരുന്നു. ശരാശരി 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകളിൽ കൂടുതൽ. വീണ്ടും അത് പരിശോധിച്ചപ്പോൾ 145 എന്ന ഉയർന്ന ലെവലെത്തി. മാതൃകാ തടവുകാരനായി കെമ്പർ മനോരോഗ വിദഗ്ധർക്ക് പ്രിയങ്കരനായി മാറി. മറ്റു തടവുകാർക്ക് മാനസിക പരിശോധനകൾ നടത്തുവാൻ കെമ്പറിന് പരിശീലനം ലഭിച്ചു. 1969 ഡിസംബർ 18 തന്റെ 21-ാം വയസ്സിൽ കെമ്പറിനെ അമ്മയുടെ സംരക്ഷണയിൽ പരോളിൽ വിട്ടു. അപ്പോഴേക്കും അമ്മ മറ്റു ഒരു വിവാഹം കഴിക്കുകയും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. ഒരു പോലീസ് ഓഫീസറാകാൻ ആഗ്രഹിച്ചിരുന്ന കെമ്പർ ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ ചേർന്നു. പക്ഷെ ഉയരം കൂടുതൽ കാരണം അയാൾക്കത് നിരസിക്കപ്പെട്ടു. 6 അടി 9 ഇഞ്ചായിരുന്നു കെമ്പറിന്റെ ഉയരം. അമ്മയായിട്ട് കെമ്പർ സ്ഥിരം വഴക്കായിരുന്നു. അമ്മയോടുള്ള ദേഷ്യത്തിൽ കെമ്പർ രാത്രി ഇരകളെ തപ്പിയിറങ്ങും.
1972 മെയ് മുതൽ 1973 ഫെബ്രുവരി വരെ കെമ്പർ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തി. 5 കോളേജ് വിദ്യാർത്ഥികളെയും ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെയും കൊലപ്പെടുത്തി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെടിവെക്കുകയോ കുത്തുകയോ ശ്വാസം മുട്ടിക്കുകയോ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയോ ചെയ്തു. ഇതായിരുന്നു കെമ്പർ കൊല ചെയ്യുന്ന രീതി. തുടർന്ന് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ തലയറുത്ത് ഒപ്പം നെക്രോഫീലിക് ചെയ്ത് പിന്നീട് അവ കഷ്ണങ്ങളാക്കി മുറിച്ചു കളയും. നെക്രോഫീലിക് എന്നാൽ ഒരു മരിച്ച ശരീരങ്ങളോട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിന് പറയുന്ന പേരാണ്. കെമ്പറിന്റെ അവസാനത്തെ കൊലപാതകം നടക്കുന്നത് 1973 ഏപ്രിൽ 20-നാണ്. ഒരു പാർട്ടി കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ദിവസം കെമ്പർ വീട്ടിൽ ഒരു പുസ്തകം വായിച്ച് കിടക്കുകയായിരുന്നു. മദ്യപിച്ചെത്തിയ അമ്മ അയാളെ കളിയാക്കിയ ശേഷം കിടക്കുവാൻ പോയി. കെമ്പർ അമ്മയുടെ മുറിയിലേക്ക് പോയി തന്റെ കയ്യിലിരുന്ന ചുറ്റിക ഉപയോഗിച്ച് അമ്മയെ തലയ്ക്ക് ആഞ്ഞടിച്ചു. ദേഷ്യമടങ്ങാതെ വീണ്ടും പേന കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയും ചെയ്തു. തല വെട്ടിമാറ്റി തല ഷെൽഫിൽ വെച്ചിട്ട് അയാൾ 1 മണിക്കൂറോളം നിലവിളിച്ചു. അമ്മയുടെ മുഖത്ത് വീണ്ടും വീണ്ടും അടിച്ചു. നാവും ശ്വസനനാളവും മുറിച്ച് സിങ്കിലിട്ടു. വർഷങ്ങളായി തന്നെ ശകാരിക്കുകയും അലറുകയും ചെയ്തതിന് ഈ ശിക്ഷ ഉചിതമായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ കെമ്പർ പിന്നീട് പറഞ്ഞു. അമ്മയെ കൊന്ന ശരീരം അലമാരയിൽ ഒളിപ്പിച്ച് അടുത്തുള്ള ബാറിൽ പോയി കെമ്പർ മദ്യപിച്ചു. തിരിച്ചെത്തി 59-കാരിയായ തന്റെ അമ്മയുടെ കൂട്ടുകാരിയെ സാറ ടൈലർ ഹാലറ്റിനെ ഭക്ഷണം കഴിക്കാമെന്നും സിനിമ കാണിക്കാമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് എത്തിയതും ആ സ്ത്രീയും കെമ്പർ കഴുത്ത് ഞെരിച്ചു കൊന്നു. തുടർന്ന് ആ മൃതദേഹങ്ങൾ അയാൾ അലമാരിയിൽ സൂക്ഷിച്ചു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കെമ്പർ പോലീസിന് ഒരു കുറിപ്പും എഴുതി വെച്ചു. അത് ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: രാവിലെ 5:15 ഭയാനകമായ കൊലപാതകിയായ കശാപ്പുകാരന്റെ കൈകളിൽ നിന്ന് അവൾ ഇനി കഷ്ടപ്പെടേണ്ടതില്ല. അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ അലസവും അപൂർണവുമല്ല. മാനിലെ വെറും സമയക്കുറവിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു. പിന്നീട് കെമ്പർ സംഭവ സ്ഥലത്ത് നിന്ന് 1600 കിലോമീറ്റർ കാർ ഓടിച്ചു പോയി. ഉണർന്നിരിക്കാനായി കഫീൻ ഗുളികകൾ കഴിച്ചുകൊണ്ട് അദ്ദേഹം കൊളറാഡോയിലെ പ്ലൂബോയിലേക്ക് നിർത്താതെ വണ്ടി ഓടിച്ചു. കെമ്പറുടെ കാറിൽ 3 തോക്കും 100 കണക്കിന് റൗണ്ട് വെടിയുണ്ടകളും ഉണ്ടായിരുന്നു. പ്ലൂംബോയിൽ എത്തിയപ്പോൾ അമ്മയുടെയും ഹാലറ്റിന്റെയും കുറിച്ച് റേഡിയോയിൽ ഒരു വാർത്തയും കേൾക്കാത്തതിനെ തുടർന്ന് കെമ്പർ ഒരു ബൂത്തിൽ നിന്ന് പോലീസിനെ വിളിച്ചു. ഞാനാണ് കെമ്പർ, ഞാൻ എൻ്റെ അമ്മയെയും അമ്മയുടെ സുഹൃത്തിനെയും കൊന്നു. പക്ഷെ പോലീസ് ആ ഫോൺ അത്ര ഗൗരവമായി എടുത്തില്ല. മണിക്കൂറുകൾക്ക് ശേഷം കെമ്പർ നേരിട്ട് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം കെമ്പർ ആ ഉദ്യോഗസ്ഥനോട് തുറന്നു പറഞ്ഞു. പിന്നെ പോലീസ് കെമ്പറിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഒരു അഭിമുഖത്തിൽ എന്തിനാണ് താങ്കൾ കീഴടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ കെമ്പർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: യഥാർത്ഥ ലക്ഷ്യം ഇല്ലാതായി. അത് ശാരീരികമായോ യാഥാർത്ഥ്യമായോ വൈകാരികമോ ആയ ഒരു ലക്ഷ്യമോ നിറവേറ്റിയില്ല. അത് വെറും സമയം പാഴാക്കൽ മാത്രമായിരുന്നു. വൈകാരികമായി എനിക്ക് അത് കൂടുതൽ നേരം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ക്ഷീണത്തിന്റെ ഘട്ടത്തിൽ, തകർച്ചയുടെ ഘട്ടത്തിൽ ഞാൻ അത് പറഞ്ഞു നിർത്തി. എല്ലാം അവസാനിപ്പിച്ചു. കെമ്പർ ഇന്ന് കാലിഫോർണിയയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തടവുപുള്ളിയായി ജീവിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ കെമ്പറിനെ കുറിച്ച് ഒരുപാട് സിനിമകളും പാട്ടുകളും പുസ്തകങ്ങളും പുറത്തിറങ്ങി. കെമ്പർ തന്നെ പാട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കിടയിൽ ഇത്തരം കെമ്പർമാർ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ കാണുന്ന റിപ്പർ ചന്ദ്രനെ പോലെയുള്ള ആളുകൾ. പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കണം, വളർന്നു വന്ന സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഇത്തരം പ്രവണതകളിലേക്ക് നയിക്കുന്നത്. നമുക്ക് കൈകോർക്കാം. നല്ല മനുഷ്യരായി, നല്ല വ്യക്തികളായി ഓരോ മനുഷ്യരും മാറട്ടെ എന്ന് ആഗ്രഹിക്കാം. ഒരു നല്ല നാളെ സ്വപ്നം കാണാം. ഏവർക്കും നന്ദി.